RC ഗാരേജിൽ ഇന്ന് സർവീസിന് കയറിയേക്കുന്നത് ഒരു 1/16 സ്കെയിൽ ഒരു ഡ്രിഫ്റ്റ് കാറാണ്. നമുക്ക് ആദ്യം ഈ ഒരു RC കാർ അൺബോക്സ് ചെയ്യാം. ഇതാണ് ആ 1/16 സ്കെയിലിൽ വരുന്ന ഡ്രിഫ്റ്റ് കാർ കേട്ടോ. ഈ ഒരു RC കാറിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതൊന്ന് വെള്ളത്തിൽ ഓടിച്ചിട്ട് കംപ്ലൈന്റ് ആയ ഒരു RC ആണ്. ഇതാണ് ഈ ഒരു RCയുടെ ഉൾവശം വരുന്നത്. കംപ്ലീറ്റ് മണ്ണൊക്കെ കയറി ആകെ നാശമായിട്ടിരിക്കുന്നുണ്ടോ വണ്ടി. നമുക്ക് ആദ്യം ഇത് ബാറ്ററി ലൈൻ കൊടുത്ത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ബോർഡൊന്ന് അഴിച്ച് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വെള്ളവും മണ്ണൊക്കെ കയറിയേക്കണ കാരണം നമ്മളിപ്പോൾ ബാറ്ററി ലൈൻ കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഈ ബോർഡ് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോർഡൊന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ബോർഡിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ കംപ്ലീറ്റ് മണ്ണൊക്കെ കയറി ആകെ സീനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കാം. നിങ്ങൾ ഈ ബോർഡൊന്ന് നോക്കിയാൽ ഇതിനകത്ത് വാട്ടർ പ്രൂഫിന്റെ ഒരു കാര്യങ്ങളും ഈ ഒരു ബോർഡിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു RC കാർ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ വെള്ളം കണ്ട ആ സ്പോട്ടിൽ ഈ സാധനം ചീറ്റിപ്പോവും. അതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതേപോലത്തെ RC കാറൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ കസ്റ്റമറോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള RC കാറൊന്നും വാട്ടർ പ്രൂഫ് അല്ല വരുന്നതെന്ന്. വരുന്ന കസ്റ്റമർക്ക് ഇത് വാട്ടർ പ്രൂഫ് ആണോ അല്ലയോ എന്ന് കസ്റ്റമർക്ക് അറിയാൻ പറ്റില്ല. അവർ ഇതിന്റെ പവറും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ വണ്ടി എടുക്കുന്നത്. അപ്പൊ വരുന്ന ആൾക്കാരോട് ഇത് വാട്ടർ പ്രൂഫ് അല്ലെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള RC കാറൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ മറക്കരുതട്ടാ. ഈ ഒരു RCയുടെ ഉൾവശം നോക്കിയ ഒരു ലോഡ് മണ്ണാണ് അതിനകത്തിരിക്കണം. അതുകൊണ്ടാ എല്ലാം വെള്ളം നനവുള്ള മണ്ണുകളാണ് സംഭവം. നോക്കിയേ എന്തോരം മണ്ണാണെന്ന്. നമുക്ക് ആദ്യം ബോർഡ് ലൈൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ മോട്ടർ വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ മോട്ടർ കുഴപ്പമില്ല കേട്ടോ. ബോർഡ് നമ്മൾ മാക്സിമം നല്ല ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ മണ്ണും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മോട്ടറിൽ കണക്ട് ചെയ്ത് ബാറ്ററിയും കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റണ്ണിങ് ആണോ അല്ലയോ എന്ന്. ഇതിന്റെ ബോർഡ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ബാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സ്റ്റിയറിംഗ് സൈഡ് കൊടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ സ്റ്റിയറിംഗ് സൈഡും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.